ഇന്ദിരാ ഗ്യാരണ്ടി ട്രയൽ ബസ് യാത്രയ്ക്കെതിരെ പരാതി നൽകിയത് ആസൂത്രിത നീക്കമാണെന്ന് ചിറയൻകീഴിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. പദ്ധതി അമ്മമാർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയക്കുന്നവരാണ് പരാതിക്ക് പിന്നിൽ. മഹിളാ കോൺഗ്രസുമായി ചേർന്നാണ് യാത്ര സംഘടിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. മാധ്യമങ്ങളിലൂടെയാണ് റിപ്പോർട്ട് തേടിയ വിവരം അറിയുന്നതെന്നും രമ്യ ഹരിദാസ്. ചിറയൻകീഴ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസാണ് ഇപ്പോൾ 24-നൊപ്പം ചേരുന്നത്. നേരത്തെ ഈ ഇന്ദിരാ ഗ്യാരണ്ടി ബസ് യാത്രയിൽ ഇപ്പോൾ പരാതിയെ തുടർന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. എന്തുകൊണ്ടായിരുന്നു ഇങ്ങനെ ഒരു യാത്ര നടത്തിയതിൻ്റെ ലക്ഷ്യം എന്താണ്? കാരണം റിപ്പോർട്ട് തേടിയോ എന്നുള്ളത് എനിക്കറിയില്ല. ഞങ്ങൾ നേരത്തെ തന്നെ UDF സംവിധാനത്തിൽ വനിതകളുടെ യോഗം ചേർന്ന് മഹിളാ കോൺഗ്രസ് അതിന് മുൻകൈ എടുത്തുകൊണ്ട് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ അതിൻ്റെ ഒരു പരസ്യ പ്രചരണം നടത്താൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ തീരുമാനിച്ചാണ്. ഞങ്ങൾ പ്രഖ്യാപിച്ചതും UDFൻ്റെ വനിതാ വിഭാഗം പ്രഖ്യാപിച്ചതും ചിറയൻകീഴ് മുതൽ കോരാണി വരെയാണ്. അതിനകത്ത് ഇത്ര അസഹിഷ്ണുത തോന്നാൻ എന്താ കാരണം നാളെ UDF അധികാരത്തിലെത്തുമ്പോൾ അത് അമ്മമാർക്ക് വനിതകൾക്ക് KSRTC ബസ്സിനകത്തുള്ള യാത്രയെ സംബന്ധിച്ച് പുതുയുഗ യാത്രയുടെ സമാപനത്തിൽ ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കൂലിപ്പണിക്ക് പോകുന്ന എത്രയോ അമ്മമാർ ഈ ചിറയൻകീഴ് ഉൾക്കൊള്ളുന്ന പ്രദേശത്തുണ്ട്. തുച്ഛമായി കിട്ടുന്ന ഒരു വരുമാനത്തിൽ നിന്ന് എല്ലാ ദിവസത്തെയും ബസ്സിൻ്റെ കൂലി പോകുകയാണ്, അത് ചിലവായിട്ട് പോവുകയാണ്. ആ അമ്മമാരെ, ആ വനിതകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സേവിങ്സ് ആയിട്ട് മാറും. ആ അമ്മമാർക്ക് ആ പദ്ധതി UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നടപ്പാക്കാൻ പോകുന്ന പദ്ധതിയാണ്. അതിലെന്തിനാണ് ഇത്ര അസഹിഷ്ണുത? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ UDF അല്ലെങ്കിൽ സ്ഥാനാർത്ഥി എന്ത് വിശദീകരണമാണ് നൽകാൻ പോകുന്നത്? ഞാൻ പറഞ്ഞില്ല, ഇപ്പം നിങ്ങൾ പറയുമ്പോഴാണ് നമ്മളിതറിയുന്നത്. നമ്മളടുത്ത് അങ്ങനത്തെ റിപ്പോർട്ടുകളൊന്നും ചോദിച്ചിട്ടില്ല. കാരണം ഞാൻ ആ കയറിയത് മുതൽ അതിൻ്റെ കോരാണി ജംഗ്ഷനിൽ സമാപിച്ച് ഞങ്ങൾ ആ ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ എന്താ പറയുക നോട്ടീസ് കടകളിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ വിതരണം ചെയ്ത് പിന്നിൽ വന്നിരുന്ന ബസ്സുകളിലെ അമ്മമാർക്കൊക്കെ അത് വിതരണം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് അടുത്ത ഭവന സന്ദർശനത്തിലേക്ക് പോയത്. ചിലപ്പം ഈ പദ്ധതി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പദ്ധതി ജനങ്ങൾ അമ്മമാർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് ബാധിക്കുമെന്ന് തോന്നുന്നവർ അല്ലെങ്കിൽ അതിൽ അസഹിഷ്ണുതയുള്ളവരുടെ ഒരു ആസൂത്രിത നീക്കമായിരിക്കാം. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ഉണ്ടായ പുതിയ വിവാദത്തിൽ പ്രതികരിക്കുകയായിരുന്നു രമ്യ ഹരിദാസ്. സന്തോഷ് ചേവർക്കൊപ്പം ജിബിൻ JB 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.